തൃശൂർ പെരുമ്പിലാവിൽ യുവാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിൽ കൂടുതൽ പ്രതികളുണ്ടെന്ന് തെളിയിക്കുന്ന ദൃശ്യങ്ങൾ 24-ന് ലഭിച്ചു. കൊലപാതകത്തിനു ശേഷം പ്രതികൾ രക്ഷപ്പെടുന്നതാണ് ദൃശ്യങ്ങൾ. ആദ്യം ആ CCTV ദൃശ്യങ്ങൾ കാണാം. സൂരജ് സജി വിവരങ്ങളുമായി തൃശ്ശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, കൂടുതൽ പേർ ആ സമയത്ത് ആ സംഭവ സ്ഥലത്തുണ്ടായിരുന്നു എന്ന് തെളിയിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. പോലീസ് എന്താണ് അറിയിക്കുന്നത്? ഈ കൂടുതൽ പേരുടെ പങ്കാളിത്തം സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ പോലീസ് ഈ ഘട്ടത്തിൽ മാധ്യമങ്ങളോട് വിശദീകരിക്കുന്നുണ്ടോ സൂരജ്? ഇന്നലെ ഈ കൊലപാതകത്തിന് ശേഷം പോലീസ് തന്നെ പറഞ്ഞിരുന്നു ഇതിൽ കൂടുതൽ പ്രതികൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് തന്നെ ഇന്നലെ പറഞ്ഞതാണ്. അത് സ്ഥിരീകരിക്കുന്ന CCTV ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കൊലപാതക ശേഷം 6 പേർ 2 ബൈക്കുകളിലായി രക്ഷപ്പെടുന്ന ദൃശ്യത്തിൽ തന്നെ വ്യക്തമാണ്. അതിൽ ഈ ലിഷോയ് ഉണ്ടായിരുന്നു, അതോടൊപ്പം തന്നെ ബാദുഷ ഉണ്ടായിരുന്നു, ഇന്ന് പിടിയിലായിരിക്കുന്ന നിഖിൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഈ 6 അംഗ സംഘം ഇവിടെ നിന്ന് രക്ഷപ്പെടുന്നു. അതിനുശേഷമാണ് പിന്നീട് ഈ സംഘാംഗങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ ഇവർ പിരിയുകയാണ്. അതായത് ഇവർ പല പല കോണിലേക്ക് പിരിഞ്ഞു പോവുകയാണ്. ഒന്നിച്ച് യാത്ര ചെയ്യുന്നതിന് പകരം പലതായി ഇവർ പിരിഞ്ഞു പോകുന്നു. ബാദുഷ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. ബാദുഷയുടെ കൈക്കാണ് പരിക്കേറ്റിട്ടുണ്ടായിരുന്നത്. പെരുമ്പിലാവിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടുന്നു. നിഖിൽ പിന്നീട് വീട്ടിലേക്ക് പോവുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പെരുമ്പിലാവിൽ വെച്ചാണ് നിഖിലിനെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നത്. ആകാശിനെയും ഈ നിഖിലിനെ സഹായിച്ചതിന്റെ പേരിലാണ് ഇപ്പോൾ ഈ ആകാശിനെ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. പക്ഷേ ഈ സംഭവത്തിന് ശേഷം ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പ്രതി ലിഷോയ് ആകട്ടെ അതിനുശേഷം തിരികെ വരുന്നത് ഈ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ കുളത്തിലാണ്. അത് ലിഷോയുടെ വീടിന് പുറകിലുള്ള കുളമാണ്. ഈ കുളത്തിൽ പുലർച്ചെ എത്തിയ ലിഷോയ് ഈ കുളത്തിൽ ചിലവഴിച്ചു എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. ഈ കുളത്തിന്റെ ഇത് ആളൊഴിഞ്ഞ ഒരു പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ ആരുടെയും ശ്രദ്ധയിൽ പെട്ടെന്ന് പെടില്ല. കാരണം ഇത് ഉപയോഗിക്കുന്ന ഒരു കുളമൊന്നുമല്ല. TK, നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വളരെ ഇത് മോശാവസ്ഥയിൽ കിടക്കുന്ന ഒരു കുളമാണ്. ഈ കുളത്തിന്റെ ഈ പടവിൽ ഈ പ്രതി ഇരിക്കുകയായിരുന്നു എന്നുള്ളതാണ് പറയുന്നത്. പക്ഷേ പോലീസിന് തോന്നിയ ഒരു സംശയം, അതിന്റെ ഭാഗമായിട്ട് ഈ കുളത്തിനോട് ചേർന്നുള്ള വയലിലൂടെ പോലീസ് ഇവിടെ എത്തി ഒരു പരിശോധന നടത്തുന്ന സമയത്താണ് ഈ പ്രതിയെ ഇവിടെ വെച്ച് പോലീസ് കാണുന്നത്. അങ്ങനെയാണ് ആദ്യം നമ്മൾ കൊടുക്കുന്ന ദൃശ്യത്തിൽ പിടിക്കടാ എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വരുന്നത്. അത് പോലീസ് പുറകെ ഓടി വരുന്നതാണ്, പ്രതിയുടെ പുറകെ ഓടി വരുന്നതാണ്. അങ്ങനെ പോലീസ് ഓടി എത്തുമ്പോഴേക്കും ഈ ലിഷോയ് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാണ് പിന്നെ സമീപത്തെ ഒരു വീട്ടിൽ ഒളിക്കുന്നത്. പക്ഷേ ഈ മേഖലയിലെല്ലാം ഒരു 20 മിനിറ്റ് നേരം പോലീസ് തപ്പുന്നു. അതിനിടയിൽ സമീപത്തെ വീടിന്റെ കട്ടിലിനടിയിൽ നിഖിൽ ഒളിച്ചിരുന്നു. ഒരു ലിഷോയ് ഒളിച്ചിരുന്നു. അവസാന ശ്രമം എന്ന നിലയിലായിരുന്നു ലിഷോയ് ഒളിച്ചിരുന്നത്. പക്ഷേ ആ കട്ടിലിനടിയിൽ നിന്ന് വീടിന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഈ പ്രതിയെ അതിസാഹസികമായി പോലീസ് പിടികൂടുകയായിരുന്നു. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് 4 പേർ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നു. ഇനിയും പ്രതികൾ പിടിയിലാകാനുണ്ട് എന്ന് 4 പേരെ ഇപ്പോൾ പോലീസ് പിടികൂടിയിട്ടുണ്ട്. അതിൽ തന്നെ മുഖ്യപ്രതിയെ ഇന്ന് രാവിലെ അതിസാഹസികമായാണ് പോലീസ് പിടികൂടിയത്. കൂടുതൽ പേരുടെ പങ്കാളിത്തം ഈ കുറ്റകൃത്യത്തിലുണ്ട് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുകയാണ്. അത് വ്യക്തമാക്കുന്ന തരത്തിലുള്ള CCTV ദൃശ്യങ്ങളും ഏറ്റവും ഒടുവിലായി പുറത്തുവന്നു. സൂരജ് സജി തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.